പാറ്റകളുടെ സമരവും കോൺഗ്രസിൻ്റെ പിന്തുണയും. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അതിനെല്ലാം പരിമിതികളുമുണ്ട്. പ്രതിഷേധിക്കുന്ന സമയം സുരക്ഷാ കാരണങ്ങളാൽ കടന്നു കയറാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാർ കടന്നു കയറാൻ വാശി പിടിക്കുന്നത് ജനാധിപത്യ പ്രതിഷേധമല്ല. ജേർണലിസ്റ്റുകളെയും വനിതാ ജേർണലിസ്റ്റുകളെയും പോലീസിനെയും ആക്രമിക്കുന്നത് ജനാധിപത്യ പ്രതിഷേധത്തിൻ്റെ ഭാഗവുമല്ല. CJPയുടെ പ്രതിഷേധം വിദ്യാർത്ഥി പ്രതിഷേധമായി കണക്കാക്കുന്നത് തന്നെ തെറ്റാണ്. അതിൽ ഭൂരിപക്ഷവും വിദ്യാർത്ഥികളല്ലായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി കാണാം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കഴിഞ്ഞ് പുതിയ നീറ്റ് പരീക്ഷയും കഴിഞ്ഞ് അതിൻ്റെ ഫലപ്രഖ്യാപനവും വന്നതിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ പ്രതിഷേധമെന്ന് കാണുക. ജനാധിപത്യ രീതിയിൽ സർക്കാരിനെ ഒന്നും ചെയ്യാനേ ആകില്ല എന്നറിഞ്ഞ് അതുകൊണ്ടാണ് ജനാധിപത്യ വിരുദ്ധ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടു. രാഹുലിനെ വലിച്ചിഴച്ചു, മുഖത്ത് പരിക്കേറ്റു എന്നൊക്കെയാണ്. കൂട്ടം കൂടി അറസ്റ്റ് വരിക്കാൻ തയ്യാറാകാതെ ബലം പ്രയോഗിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയമെടുക്കുന്ന കുറഞ്ഞ ബലപ്രയോഗം മാത്രമാണ് പോലീസ് ചെയ്തത്. ചില MP-മാർ പോലും പോലീസിൻ്റെ കഴുത്തിന് പിടിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. പല മാധ്യമങ്ങളിലും അത് വന്നതാണ്. വാസ്തവത്തിൽ ഡോക്ടർ ആനന്ദ് രംഗനാഥൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലെ അത് വളരെ ശരിയാണ്. പലപ്പോഴും സർക്കാർ കൂടുതൽ മൃദുവാകുന്നു. കർശന നടപടി വേണ്ടിയിടത്ത് അത് തന്നെ ഉണ്ടായില്ലെങ്കിൽ അത് മുതലെടുക്കാൻ രാഷ്ട്രവിരുദ്ധർ ഉണ്ടാകും. ഉദാഹരണത്തിന് റെഡ് ഫോർട്ടിൽ ദേശീയ പതാക വലിച്ചു താഴ്ത്തിയതും മറ്റും ഓർക്കുക. ഒരു കാര്യം ഓർക്കുക, 146 കോടി ജനങ്ങളിൽ 1% എന്ന് പറഞ്ഞാൽ തന്നെ 1,46,00,000 ജനങ്ങൾ വരും. അത്രയും ആൾക്കാരുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ആകും. 99% ബാക്കിയുള്ളവർക്ക് അവരെ പേടിപ്പിക്കാനും ഭീകരതയിൽ നിർത്താനും ഈ 1% കഴിയുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവരെ നേരിടേണ്ടത് പലപ്പോഴും കൂടുതൽ കർക്കശത്തോടു കൂടി തന്നെ ആയിരിക്കണം. ഗോൾ പോസ്റ്റുകൾ മാറ്റുന്നത് പോലെ ആവശ്യങ്ങൾ മാറ്റുക, ചർച്ച അനുവദിച്ചാൽ അതില്ലാതിരിക്കുക. ഇങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളാണ് 12 വർഷങ്ങളായി ഭരണം കാത്തു കഴിയുന്ന ഗാന്ധി കോൺഗ്രസ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തോളം രാഹുൽ ഗാന്ധി എവിടെയായിരുന്നുവെന്ന് ആർക്കറിയാം? അതേപ്പറ്റി ആരും ചോദിക്കുന്നില്ല. തിരിച്ചെത്തി ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കാർക്കും വികസന പ്രവർത്തനങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും ലോക നേതൃനിരയിലെ സ്ഥാനവും ഒന്നും പോരാ. ഗവൺമെൻറ്റും അത്തരം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഭരണം നഷ്ടപ്പെട്ട അസ്വസ്ഥരായ ഒരുപറ്റം ആളുകളും ഇന്ത്യയെ തകർക്കാൻ തയ്യാറായവരും ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്നതിൻ്റെ ഫലമറിയാത്ത വിവരമില്ലാത്ത കുറേ സെലിബ്രിറ്റികളും ഇവിടെയുണ്ട്. രാഷ്ട്രത്തിൻ്റെ നന്മയല്ല ഇവർ ആഗ്രഹിക്കുന്നത്. പാറ്റകളിലെ ഒരു അഡ്വക്കേറ്റിനോട് ചോദിക്കുമ്പോൾ രാഷ്ട്രം മുറിഞ്ഞു പോകില്ലേ എന്ന ചോദ്യത്തിന് മുറിഞ്ഞു പോകട്ടെ, എനിക്ക് എന്നാണ് മറുപടി പറഞ്ഞത്. ഇതാണ് ഇവർക്ക് രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത. 1.5 കോടിയോളം കുട്ടികൾ പങ്കെടുക്കുന്ന ചൈനയിലെ പൊതുമത്സര പരീക്ഷകളെപ്പോലെ അത്രയും കർശനമായ നിയന്ത്രണങ്ങളോടെ നമുക്കും പരീക്ഷകൾ നടത്താവുന്നതാണ്. ചോദ്യകർത്താക്കൾക്ക് അവരുടെ ബുദ്ധിമുട്ട് അനുസരിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാവുന്നതാണ്. എന്തിനേറെ ISROയിലെ പല ശാസ്ത്രജ്ഞരും സ്വകാര്യ മേഖലയിലേക്കും ചിലരേക്ക് വിദേശത്തേക്കും പോകുന്നുണ്ട്. അവർക്കും അവരുടെ പ്രവർത്തന മികവിനനുസരിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകേണ്ടതാണ്. അത് ശമ്പളമായില്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യമായി അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കും അവരുടെ പരിശ്രമ ഫലത്തിനുമനുസരിച്ച് നൽകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് കൂടുതൽ ആളുകളെ സർക്കാരിന് ലഭിക്കുന്നതാണ്. ഒരു കാര്യം സർക്കാർ മനസ്സിലാക്കണം, എല്ലാവരും രാഷ്ട്രസേവനത്തിന് മാത്രമായല്ല ജോലി ചെയ്യുന്നത്. എല്ലാവരും സ്വയം സേവകരുമല്ല.
ആ ഒരു വീക്ഷണത്തിലാണ് പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരെയും മറ്റും കാണുന്നതെന്ന് തോന്നുന്നു. നോക്കുക, ഒരു കാര്യമുണ്ട്, രാഷ്ട്രത്തിനു വേണ്ടി സേവനം നടത്താൻ ജീവിതം ഒഴിഞ്ഞു വെച്ച സ്വയം സേവകരെ പോലെ അല്ല എല്ലാവരും എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കണം. അവർക്ക് കുടുംബങ്ങളുണ്ട്, അവർക്ക് ജീവിത പ്രാരാബ്ധങ്ങളുണ്ട്, അവർക്ക് റിട്ടയർ ചെയ്താൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭൗതികമായ ആവശ്യങ്ങളെയും നിറവേറ്റുന്നതാകണം സർക്കാർ നയം. അല്ലാതെ സ്വയം സേവകരെ പോലെ എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലും രാഷ്ട്രത്തിന് വേണ്ടി തന്നെ അവർ ജീവിക്കും എന്ന് കരുതി പ്രവർത്തിക്കരുത്. അതാണ് സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പാറ്റകളുടെ സമരത്തിൽ നിത്യേന ഭക്ഷണം നൽകിയിരുന്നത് ആരൊക്കെയാണ്, അതിനുള്ള ഫണ്ടിങ് എവിടെ നിന്ന് വന്നു എന്നൊക്കെ കണ്ടെത്തി നടപടിയെടുക്കേണ്ടതല്ലേ? ഇൻ്റലിജൻസ് സംവിധാനം കുറേ പ്രോ ആക്റ്റീവ് ആകേണ്ടതുണ്ട്. ഡൽഹി പോലീസ് ഇപ്പോഴത്തെ UP പോലീസിനെ കണ്ട് കുറേ കാര്യങ്ങൾ അവരിൽ നിന്ന് കടമെടുത്ത് നടപ്പാക്കുകയാണ് വേണ്ടത്. രാഷ്ട്രം ശിഥിലമാക്കാൻ ആരെയും അനുവദിക്കാതെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല സർക്കാരിനാണ്. മുഖ്യമന്ത്രിമാർ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഡൽഹിയിൽ വന്നിട്ടായാലും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അവർക്കെങ്ങനെ സെക്യൂരിറ്റി വയലേറ്റ് ചെയ്ത് സെക്യൂരിറ്റി വയലേഷൻ സോണിലെല്ലാം സമരം നടത്താൻ സാധിക്കും? അവർ ചെയ്ത സത്യപ്രതിജ്ഞയ്ക്ക് എതിരല്ലേ അത്? അവർക്കെതിരെയും കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ? സാമാന്യ ദേശീയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണ് യഥാർത്ഥ സംഭവങ്ങളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കണം. ചർച്ചകൾക്ക് അവസരങ്ങൾ പൂർണ്ണമായി ഉണ്ടാകുന്നതോടൊപ്പം അരാജകത്വം വളർത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ശ്രീലങ്കയും ബംഗ്ലാദേശും നേപ്പാളും പോലെയുള്ള പ്രക്ഷോഭങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടെന്നുള്ള കാര്യം സർക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതിനെ അതീവ കർശനമായി തന്നെ നേരിടേണ്ടതാണ്. കേരളത്തിലെ പോലെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പാറ്റകളുടെ സമരത്തിലും അവിടെ ഉണ്ടായിരുന്ന പോലീസ് നടപടികളിലും എന്ന് എല്ലാവരും മനസ്സിലാക്കുക. പക്ഷേ എന്നിട്ടും അവരെല്ലാം അതിനെ വളരെ കുറ്റം പറയുന്നുണ്ട്. കാരണം അവിടെ കൃത്യമായിട്ട് കാണാം പോലീസ് വാഹനങ്ങൾ ആക്രമിക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത്, നിരായുധരായ പോലീസുകാരെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുന്നത്, അവരെ അടിക്കുന്നത്, അവരെ കല്ലെറിയുന്നത്, മാധ്യമപ്രവർത്തകരെ തങ്ങൾക്കിഷ്ടമില്ലാത്തത് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന പേരിൽ അവരെ ആക്രമിക്കുന്നത് എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ കാണുന്നതാണ്. ഹൈഡ്രജൻ ട്രെയിനെ പോലും ആക്രമിക്കുന്നത്, അതിനെ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാകാം? തീർച്ചയായിട്ടും അത് രാഷ്ട്രസേവനമോ രാഷ്ട്രത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ലല്ലോ. സോനം വാങ്ചുക് എന്ന ആളുടെ ദേശവിരുദ്ധത കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരുവാൻ സർക്കാർ മുൻകൈ എടുക്കേണ്ടതാണ്. ചൈന ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അതുപോലെ പാകിസ്ഥാനിലും മറ്റും നടക്കുന്ന ഇന്ത്യ വിരുദ്ധ സമ്മേളനങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു ആളുമാണ്. കേരളത്തിലെ ചെറിയ സെലിബ്രിറ്റികൾ കഥയറിയാതെ ആട്ടം കാണുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം കണ്ട് അവർക്കെല്ലാം വലിയ വിഷമം തോന്നിയത്രേ. അതുപോലെ പോലീസ് കുട്ടികളെ അടിച്ചമർത്തുകയാണ് ചെയ്തതെന്ന്. കേരളത്തിലേക്ക് ഉണ്ടാകുന്ന ലാത്തിച്ചാർജുകളും മറ്റും ഇവർ കണ്ടിട്ടില്ലേ? അതിനെപ്പറ്റി ഒന്നും പറയാത്ത എന്താണ്? അതുമാത്രമല്ല, ഇവർക്കൊന്നും പഹൽഗാമും എന്തിനേറെ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകവും ഒന്നും അവർക്കൊന്നും പറയാനില്ല. അപ്പോൾ കാര്യങ്ങൾ കൃത്യമാണ്. ഇത് സ്ഥിരമായി ഉണ്ടാകുന്ന വിദേശ ഫണ്ടിങ്ങോടുകൂടിയ ഒരു അജണ്ട നടപ്പാക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർഷക സമരം പോലെ ഇതിനെ ഡീൽ ചെയ്യേണ്ടതല്ല. ഇത് കൃത്യമായി വളരെ നേരത്തെ തന്നെ സാമാന്യം കർശന സ്വഭാവത്തോടെ നമ്മുടെ പൊതുമുതലുകൾ നശിപ്പിക്കാതെ, അതുപോലെ നിയമപരമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ തടയാതെ ചർച്ചകൾക്ക് വഴിയൊരുക്കി അതേസമയം വളരെ കർശനമായി തന്നെ നിലപാടെടുത്ത് നേരിടേണ്ട കാര്യങ്ങളാണ്.
അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇങ്ങനെയുള്ള നീറ്റ്, NTA, CBSE മുതലായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർക്ക് വേണ്ട നല്ല പ്രാഗൽഭ്യം ഉള്ളവരെ തന്നെ തിരഞ്ഞെടുത്ത് നിയമിക്കണം. ഒരു കാരണവശാലും ഒരു ചോദ്യപേപ്പർ ചോർച്ചയോ അതുപോലുള്ള സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കാൻ കേൾപ്പുള്ളവരായിരിക്കണം അതിനെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഗവൺമെൻറ് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ജയ് ഹിന്ദ്.